പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ സഹനത്തിന് വലിയ മഹത്വമുണ്ട്, രക്ഷാകര മൂല്യമുണ്ട്. ലോകത്തിൽ വിജയിച്ചവരെല്ലാം സഹിച്ചവരാണ്. സഹനം ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ സ്നേഹവുമാണ്. പരിശുദ്ധ അമ്മ നിശബ്ദയായി നിന്ന് എല്ലാം സഹിച്ചു. അവൾ വിജയിച്ചു. സഹനം മനുഷ്യരായ നാം ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും നാം ആഗ്രഹിക്കാതെ തന്നെ, നാം ഇഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് സഹനം. നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സഹനം. എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. അത് വ്യത്യസ്ത രീതികളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. രോഗമായും സാമ്പത്തിക പ്രതിസന്ധികളായും ദുഃഖദുരിതങ്ങളായും വേണ്ടപ്പെട്ടവരുടെ മരണമായും നിന്ദനങ്ങളായും ഒറ്റപ്പെടുത്തലുകളായും മക്കളുടെ സ്വഭാവ ദൂഷ്യം ആയൊക്കെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. സഹനങ്ങളെ നാം എപ്രകാരമാണ് നേരിടുന്നത്, അതനുസരിച്ചാണ് അതിൻ്റെ തീവ്രതയും നമുക്ക് അനുഭവപ്പെടുക. 1 യോഹന്നാൻ 2:6 തിരുവചനം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. യേശു ധാരാളം നിന്ദനങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും എല്ലാം സഹിച്ചു, ഏറ്റെടുത്തു. പരാതി കൂടാതെ തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. ഇതേ സഹനങ്ങളിലൂടെ നാമും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ലൂക്ക 9:23 യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാം യേശുവിൻ്റെ കുരിശല്ല എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന കുരിശുകളെ പരാതി കൂടാതെ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ് വേണ്ടത്. യേശുവിൻ്റെ കുരിശെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കുരിശും ചുമന്നുകൊണ്ട് മല കയറാനും നാം സന്നദ്ധരാണ്. കണ്ണീർ വാർക്കാനും നാം സന്നദ്ധരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരാതി പറഞ്ഞും ദൈവത്തെ ശപിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മിൽ പലരും അതിനെ നേരിടുന്നത്. യേശു തരുന്ന സഹനങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന ചിന്ത നമ്മളിൽ പലരിലും ഇല്ല. യോഹന്നാൻ 16:33 യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പാണിത്. നാം ജാഗരൂകരായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പള്ളി പെരുന്നാളുകൾക്ക് വലിയ വെടിക്കെട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ നാം ഭയക്കാതിരിക്കാൻ ജാഗരൂകരായിരിക്കും എന്നതുപോലെ യേശു പറയുകയാണ്, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അപ്പോൾ ആ ഞെരുക്കങ്ങളെ നേരിടാനുള്ള ജാഗ്രത നമ്മുടെ മനസ്സിന് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം യേശുനാഥൻ ലോകത്തെ ജയിച്ചവനാണ്. ആ ജയിച്ചവനാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 യേശു നമ്മെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് ആശ്വാസം കിട്ടുന്നത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. പക്ഷേ പലപ്പോഴും നാം മനുഷ്യരുടെ അടുത്താണ് ഓടിക്കൂടുന്നത്. അവിടെ നിന്നൊന്നും യഥാർത്ഥമായ ആശ്വാസം നമുക്ക് ലഭിക്കുകയില്ല. ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം സഹനം അനുവദിക്കുന്നുണ്ട്. സഹനത്തിലൂടെ ദൈവം നമ്മെ രൂപപ്പെടുത്തി എടുക്കുകയാണ്, തൻ്റേതാക്കി മാറ്റുകയാണ്. എന്നാൽ നമുക്ക് സഹനമുണ്ടാകുമ്പോൾ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് നാം നിരാശയിൽ ആണ്ടുപോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അത് നമ്മുടെ ആത്മശക്തി നഷ്ടപ്പെടുത്തും. പലരും ദൈവവിശ്വാസത്തിൽ നിന്ന് പോലും അകന്നു പോകാൻ അത് കാരണമായി തീരുന്നു.
യേശു നമുക്ക് തരുന്നത് നിരാശയല്ല, പ്രത്യാശയാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അത് അല്പനേരം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് നേടാനുള്ളത്, നമുക്ക് ദൈവം തരാനുള്ളത് നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചെവികൾ കേട്ടിട്ടില്ലാത്തതുമായ മഹത്തായ നന്മയാണ്. മത്തായി 7:13 യേശു പറയുന്നുണ്ട്, ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങൾ പ്രവേശിക്കുവിനെന്ന്. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. യെശയ്യാ 48:10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. നമ്മെ സ്വന്തമാക്കാൻ എനിക്ക് വേണ്ടിയാണ് യേശു അങ്ങനെ ചെയ്യുന്നത് എന്ന് യേശു വ്യക്തമായി പറയുകയാണ്. അപ്പം നമ്മെ കർത്താവിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി കർത്താവ് സഹനങ്ങൾ അനുവദിക്കാറുണ്ട്. എങ്കിലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. സഹനം വരുന്ന വഴികൾ പല രീതിയിലാണ്. ദൈവം തരുന്ന സഹനങ്ങളുണ്ട്, മറ്റുള്ളവർ നമുക്ക് തരുന്ന സഹനങ്ങളുണ്ട്, വേറെ ചിലത് നമ്മുടെ പ്രവർത്തികൾ വഴി നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ സഹനത്തിൻ്റെ പിന്നിലും കർത്താവിന് നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. വിശുദ്ധർക്ക് ധാരാളം സഹനങ്ങളുണ്ടായിരുന്നു. ആ സഹനങ്ങൾ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി അവർ കാഴ്ചവെച്ചു. മറ്റുള്ളവർ നമുക്ക് തരുന്ന സഹനങ്ങളെ നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും. ആ സഹനങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ രക്ഷയാണ്, ആത്മാവിൻ്റെ രക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നാം ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ ദൈവത്തെ നാം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ഏത് വിധത്തിലുള്ള സഹനമായാലും അവയെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.